അപ്പൊ എങ്ങനാ നമുക്കൊന്ന് പണിക്ക് പോയിട്ട് വന്നാലോ? ഇതാണോ പണി? ഇതല്ല പണി, ഇതാണ് പണി. വെറുതെ കാണിച്ചെന്നുള്ളൂ. ഉച്ചയ്ക്കായിരുന്നു നമുക്ക് ഷൂട്ട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ റെഡിയായി യൂബർ എടുത്ത് ഞാൻ നേരെ ലൊക്കേഷനിലെത്തി. ഈ വരുന്ന വഴിയൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് പഠിക്കായിരുന്നു കേട്ടോ. എനിക്ക് ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് വന്നു വായിച്ചു. നേരെ നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇതായിരുന്നു ഫസ്റ്റ് ഔട്ട്ഫിറ്റ്, ഇതാണ് സെക്കൻഡ് ഔട്ട്ഫിറ്റ്. പിന്നെ ഈ ജോലി എന്താന്ന് വെച്ചാൽ ഞാനൊരു ഫ്രീലാൻസ് വീഡിയോ പ്രസന്ററാണ്. ഇതെന്തുകൊണ്ടാണ് എടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പം തൊട്ടേ നമ്മളെയൊക്കെ കയറി കളിയാക്കാനും നമ്മൾ ഉപദ്രവിക്കാനും കുറച്ചധികം മനുഷ്യന്മാരുണ്ട്. അവരെനിക്ക് മനുഷ്യന്മാരായിട്ട് പറയാൻ തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ പലരും എൻ്റെ സൗണ്ടിനെ എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട്, കളർ ഷെയിം ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ ഏറ്റവും നേരിട്ടൊരു ഇതാണ് എൻ്റെ സൗണ്ട് കൊള്ളില്ല എന്നുള്ളത്. ഇതിൻ്റെ പേര് എനിക്കൊരു പാട്ട് പോലും പാടാൻ ഭയങ്കര മടിച്ചു നിന്നൊരു കാലമുണ്ട്. ഈ ഒരു വിള്ളൽ ഞാൻ മാറ്റിയെടുത്തത് 2 വർഷം മുന്നേ. ഒരു പ്രൊമോഷൻ വന്നപ്പോൾ വെറുതെ ഒന്ന് സംസാരിച്ച് നോക്കി. അവിടെ നിന്ന് എനിക്ക് കോൺഫിഡൻസ് കിട്ടി. പിന്നെ ചെറിയ ചെറിയ വർക്ക് എടുത്ത് അവിടെ എനിക്ക് ആ സമയത്ത് തന്ന വർക്കുകളാണ് എന്നെ ഇന്ന് ഞാനാക്കി മാറ്റിയത്. അങ്ങനെ ഞാൻ സംസാരിച്ച് ഇവിടം വരെ എത്തിപ്പെട്ടു. ഇപ്പോഴും ഞാൻ വലിയ പെർഫെക്റ്റ് ആയുള്ളൊരു പേഴ്സൺ ആണെന്നൊന്നും പറയുന്നില്ല. ബട്ട് ഇതെന്താ പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെയും എന്നെ ഷെയിം ചെയ്ത പോലെ പല ആൾക്കാരും വന്ന് ഷെയിം ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ അതിലൊന്നും വീഴാതെ നിങ്ങളെ മാത്രം ട്രസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഉറപ്പാണ് നിങ്ങളായിരിക്കും ഈ ലോകത്തെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പേഴ്സൺ. എന്താണ്, മോട്ടിവേറ്റഡ് ആയോ? നമുക്ക് കുറച്ച് ഫുഡ് കഴിച്ചാലോ? അപ്പം നേരെ വർക്ക് കഴിഞ്ഞ് വരാൻ നേരത്ത് കുറച്ച് നാളായിട്ട് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായ ഒരു സ്പോട്ടാണ് നമ്മുടെ ടെക്സ് ആൻഡ് മെക്സ് ബൈ ഷെഫ് ജി എടപ്പള്ളിയിലുള്ളത്. ഇവിടെ നമുക്ക് നല്ല ബ്രിസ്ക്കറ്റ് ഒക്കെ കിട്ടും. ബീഫ് ബ്രിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസും ലോട്ടസ് ബിസ്കോഫിൻ്റെ ഒക്കെ കാണിച്ച് പറ്റിക്കണ. വെയിറ്റഡാ സംഭവം വരുന്നുണ്ട്. എങ്ങനെയുണ്ട്? കാണാനും നല്ലതാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ പൈസയും ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്രിസ്ക്കറ്റ് കഴിച്ചത്. എൻ്റെ പൊന്നി അടിപൊളിയാണോ, നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനതാണ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതാണ് ബേബി പൊട്ടറ്റോസ്. ഈ ബേബി പൊട്ടറ്റോ ഈ പറഞ്ഞ സാധനത്തിൽ മുക്കി അങ്ങോട്ട് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചൂടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടപ്പോൾ തന്നെ എടുത്ത് വായിലേക്ക് ഇട്ടാണ് കണ്ടത്. ആൻഡ് ഇതാണ് മാക്ക് ആൻഡ് ചീസ്. മാക്ക് ആൻഡ് ചീസും അടിപൊളിയാണ്, കാണാനും നല്ല, എല്ലാം കാണാനും നല്ല രസമാണ്, കഴിക്കാനും നല്ല രസമാണ്. എനിക്ക് ഒന്നും പറയാനില്ല, അടിപൊളി ടെസ്റ്റാണ്. നിങ്ങൾ ഇനി ആ വഴി വല്ലതും പോവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു പ്ലാറ്ററിന് 900 സംതിങ് ആറ്റിയാണ് വരുന്നത്. എക്സാക്ട് പ്രൈസ് മറന്നുപോയി. ആൻഡ് ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ബീഫൊക്കെ ഞാൻ എടുത്തിനെ വച്ച് നോക്കിയതാണ്. പിന്നെ നമ്മൾ ലോഡഡ് ഫ്രൈസും കൂടി പറഞ്ഞു. ഒരാവശ്യം ഉണ്ടായിരുന്നില്ല, ബിക്കോസ് നമുക്ക് തീർക്കാൻ ഭയങ്കര പാടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ സ്റ്റുഡിയോയിൽ അങ്ങ് പോയി. അവിടെ ചെന്നിട്ട് കുറച്ചൊരു സംഭവം തപ്പിപ്പോയതാണ്. പക്ഷേ ആ സാധനം ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.